അപ്പൊ വിഷ്ണു, ഓ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ആ ശരി. സ്വർണ്ണക്കടയ്ക്ക് ഒരു പച്ചക്കറിയുമായി ബന്ധമുണ്ട്. ഏതാണ് ആ പച്ചക്കറി? സ്വർണ്ണക്കടയ്ക്ക് പച്ചക്കറിയുമായിട്ട് ബന്ധമുണ്ട്. അതേതാണ്? ഏതാണ് പറയാവോ? ചേട്ടാ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ആ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മുയലുകൾ തിന്നുന്നതാണ് കൂടുതലായിട്ടും ഇങ്ങനെ തരുന്നതിന്. ആ ഓക്കെ ഓക്കെ. ക്യാരറ്റ്, 24 ക്യാരറ്റ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസി അതെ, ആണല്ലേ? ഇങ്ങോട്ട് ഇത്രയും പറഞ്ഞു തരുമ്പോ നമ്മൾ അങ്ങോട്ട് വിഷ്ണു ഗോപിയെ ഹെൽപ്പ് ചെയ്യുന്നു, ഗോപിയെ വിഷ്ണുവിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഓക്കെ, താങ്ക് അപ്പോ യു ഗോപിക. ഇതാ മൂന്നാമത്തെ ചോദ്യം. CP എന്ന കഥാപാത്രം ശോഭനയോട് താൻ മറുനാട്ടിലെ ഒരു ഫുട്പാത്തിൽ ന്യൂമോണിയ ബാധിച്ച് കിടന്നതായി പറയുന്നുണ്ട്. ഏതാണ് ആ നാട്? A ബോംബെ, B കൊൽക്കട്ട, C പൂന. ചേട്ടാ, ബോംബെ ആണോ? ചേട്ടാ ബോംബെ അല്ല. അല്ലേ? കൊൽക്കത്ത നഗരമാണോ? കൊൽക്കത്ത അല്ല. അല്ലേ? ഇത് രണ്ടും അല്ലേ? പൂനെ. ഈ വെള്ളാനകളുടെ നാട് കണ്ടിട്ടില്ല ഗോപിക? ഇല്ല, കണ്ടിട്ടില്ല. അതാ. കണ്ടിട്ടില്ലേ? ഇല്ല. നമ്മുടെ പപ്പു ചേട്ടന്റെ ഒക്കെ മറ്റേ ആ നമ്മളെ താമരശ്ശേരി ചുരം, ആ പടം കണ്ടിട്ടില്ലേ? ഇല്ല ഇല്ല, സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഫിലിം കണ്ടിട്ടില്ല. ആ കണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഓർമ്മ വന്നാനെ. അതില് CP ഇടക്കിടക്ക് പറയണതാ. ഓ, C പൂനെ. ഓക്കെ അല്ലേ? ആലോക്യം സാർ. C പൂന ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, C പൂന ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. താങ്ക് യു. സവാരി ഗിരിഗിരിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാ കേട്ടുകൊള്ളു. സുലൈമാൻ റോളർ ശരിയാക്കാതെ CPയോട് ചോദിക്കുന്ന കൂലി എത്രയാണ്? A 1000, B 2000, C 1500. ശരിയാക്കാതെ സുലൈമാൻ ചോദിക്കുന്ന എത്ര രൂപയാണ്? കൂലി എത്രയാണ്? വിഷ്ണു ചേട്ടാ, കാപ്പാത്തുങ്കോ. ആ എല്ലാത്തിനും വിഷ്ണു ചേട്ടനോ? പിന്നെ എന്തിനാ ഇവിടെ വന്നേ? അല്ല ഗോപിക പടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാലും ആ സീനുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. അതായത് പുള്ളി ഇതൊന്നും ശരിയാക്കാതെ പൈസ ചോദിക്കും അല്ലേ? എനിക്ക് ഇത്ര രൂപ തന്നോളൂ എന്ന് പറയും. അത് എത്രയാണ്? 1000, 2000, 1500. പറഞ്ഞു നോക്ക്. 1000 ആണോ? ഇപ്പൊ ആ പറഞ്ഞ 3 ഓപ്ഷൻസില് നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ ഇപ്പൊ നിലവിലുള്ള നോട്ട് ഏതാണ്? 2000. അതാണ്. വിഷ്ണു ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി അതോ ഗതി. എപ്പോഴേ ചെങ്ങന്നൂർ എത്തിയേന്. B 2000 രൂപ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഓക്കെ വിഷ്ണു, എന്തെങ്കിലും ഒരു മിമിക്രി ഐറ്റംസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റും? എന്തെങ്കിലും അറിയാവുന്നത്? എനിക്ക് എളുപ്പമുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ കോട്ടയം പ്രദീപന്റെ ശബ്ദം അനുകരിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഞാൻ അത് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ എഴുതിയ എല്ലാ സിനിമകളിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഗോപികയ്ക്ക് അറിയില്ലേ കോട്ടയം പ്രദീപനെ? ആ, അറിയാം. ആ, പുള്ളിയുടെ ശബ്ദം ഒന്ന് പറയാം. നിങ്ങൾക്ക് പട്ടായത്തിന് ടൂറ് പോണോ നിർബന്ധമുണ്ടോ? ഇവിടെ ഊട്ടിയുണ്ട്, മൂന്നാറുണ്ട്, ലുലുമാളുണ്ട്. എന്നായാലും ഈ പ്രോഗ്രാം കീഴക്ക് തീമിർത്തു കാലക്ക്. സൂപ്പർ. താങ്ക് യു. അപ്പൊ ഗോപിക പറഞ്ഞിരിക്കുന്നത് B 2000 ആണ്. B 2000 ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ 9 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇനി അടുത്തത് രാജമാണിക്യം എന്ന സെക്ടറാണ്. ആ സെക്ടറിൽ ഗോപിയെ സഹായിക്കാൻ കുടുംബക്കാരുമില്ല, വിഷ്ണുവുമില്ല, ആരുമില്ല. സോ താങ്ക് യു വിഷ്ണു ഫോർ കമ്മിങ് ടു പറയാം നേടാം. ഈ ഷോയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുന്ന അപ്കമിങ് പ്രോജക്ട്സിലെല്ലാം തന്നെ ഒരു സക്സസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ട് മാറട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. തിരിച്ചങ്ങോട്ടും എനിക്ക് ഒരുപാട് സന്തോഷം. ശ്രീകുട്ടൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പണ്ട് വേറൊരു ചാനലിൽ ഒരു പ്രോഗ്രാമില് BC നൗഫലൊക്കെ ഡയറക്ട് ചെയ്ത പ്രോഗ്രാമിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അത് ശരിയാ. അപ്പൊ ഞങ്ങള് കൺസോളിൽ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു തന്നോണ്ടിരുന്നത് ഞാനാണ്. അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ വേൾഡ് ഈസ് സോ സ്മാൾ എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ്.
കാരണം ഇദ്ദേഹം എന്നെ കൺസോളിൽ ഇരുന്നിട്ട് ഇതുപോലെ ഹെഡ്ഫോണിലൂടെ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ചോദിക്കും. അദ്ദേഹം ഇന്നൊരു വലിയ പ്രശസ്തനായിട്ടുള്ള നടനും നിർമ്മാതാവും എല്ലാമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. താങ്ക് യു വിഷ്ണു ചേട്ടാ, താങ്ക് യു. താങ്ക് യു, സെയിം ടു യു. അടുത്ത സെക്ടർ രാജമാണിക്യമാണ്. ഇതിന് ഉത്തരം നൽകിയാൽ 15,000 രൂപ സമ്മാനമായി ലഭിക്കും, അല്ലെങ്കിൽ വെറും 5,000 രൂപ മാത്രം. ഓക്കെ, ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. 10 സെക്കൻഡേ ഉള്ളൂ ഉത്തരം നൽകാൻ. റെഡിയല്ലേ? റെഡിയാണ്. രാജമാണിക്യം. വെള്ളാനുകളുടെ നാട് എന്ന സിനിമയിൽ പപ്പു അവതരിപ്പിച്ച സുലൈമാൻ എന്ന കഥാപാത്രം താൻ പണ്ട് PWയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന റോഡ് റോളറിൻ്റെ സൈസ് പറയുന്ന എത്ര ആണ്? റോഡ് റോളറിൻ്റെ സൈസ് എത്ര ആണ് എന്ന് മാത്രമാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8. ആനയുടെ വലിപ്പമുള്ള റോഡ് റോളർ. ആ വലിയ സംഭവം ഉണ്ടല്ലോ, റോഡ് നന്നാക്കുന്ന സാധനം, അതിൻ്റെ സൈസാണ് ചോദിക്കുന്നത്. അത് പപ്പുച്ചേട്ടൻ പറയുന്നുണ്ട് അതിനകത്ത്. ആനയുടെ വലിപ്പമല്ല, വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞുകൊണ്ട് ആനയുടെ വലിപ്പമല്ല. 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. പടം കണ്ടിട്ടില്ലല്ലോ, അത് കാരണമുള്ള കുഴപ്പമാണ്. ഇനി തീർച്ചയായിട്ടും പഴയ പടങ്ങളെല്ലാം നന്നായിട്ട് കാണണം. ഞാൻ കൂടുതലും പഴയ പടങ്ങളാണ് കാണുന്നത്. പക്ഷെ ഇതെന്തോ പറ്റിയെന്നറിയില്ല, എപ്പോഴും പിന്നെ കാണാമെന്ന് പറഞ്ഞിങ്ങനെ ജസ്റ്റ് മാറ്റും. പിന്നെ അത് വരുമ്പോൾ പകുതി ആകുമ്പോഴത്തേന് പിന്നെ ബാക്കി കാണാൻ തോന്നത്തില്ല, ആദ്യം തൊട്ട് കാണാമെന്ന് വിചാരിക്കും. അങ്ങനെ പറ്റിയതാണ് ശരിക്കും.